പിശാചുക്കൾ സമുദ്രത്തിന്റെ ആഴമേറിയ ഭാഗങ്ങളിൽ യോഗങ്ങൾ കൂടാറുണ്ടത്രേ. ഹദീസുകളിൽ കാണാൻ സാധിക്കും. അവിടെ കൂടുന്ന സമയത്ത് അവരുടെ നേതാവിനോട് അവർ സംസാരിക്കുമത്രേ, ഞാൻ ഇന്ന് ഒരാളെ വ്യഭിചരിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അവരുടെ നേതാവ് പറയത്രേ, പോരാ, അതൊന്നും ശരിയായില്ല, അതൊന്നും വലിയ കാര്യമല്ല. മറ്റേയാൾ പറയത്രേ, ഞാൻ ഇന്ന് മദ്യപിക്കാത്ത ഒരു മനുഷ്യനെ മദ്യപാനത്തിലേക്ക് പതുക്കെ പതുക്കെ വസ്വാസിലാക്കി അവനെ കൊണ്ടെത്തിക്കാൻ എനിക്ക് പറ്റി. അപ്പൊ പിശാചിന്റെ നേതാവ് പറയുമത്രേ, അതൊന്നും വലിയ കാര്യമല്ല. മറ്റൊരാൾ വന്ന് പറയുമത്രേ, ഞാൻ ഇന്ന് നല്ല സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന രണ്ട് ദമ്പതിമാരെ തമ്മിൽ അകറ്റാനും വേർപിരിക്കാനും ശണ്ട കൂടാനും വഴക്കിടാനും ഞാൻ പരമാവധി പ്രോത്സാഹനം കൊടുത്ത് അവരെ തീർപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ശൈത്താൻ പറയുമത്രേ, നീയാണ് മിടുക്കൻ. സ്വസ്ഥമായി പോകുന്ന നല്ല കുടുംബങ്ങളെ തകർക്കുന്നതോടെ ഒരു വീട് മുഴുവനായി തകർന്നു. ഒരു മദ്യപാനി വന്നാൽ അത് അയാളെ ബാധിക്കുന്നുള്ളൂ. പക്ഷേ ഒരു കുടുംബത്തിലെ ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ അകൽച്ചകൾ ഉണ്ടാക്കി വിള്ളിച്ചകൾ ഉണ്ടാക്കിയാൽ ആ വീട്ടിലെ മക്കൾ, ആ വീട്ടിലെ അന്തരീക്ഷം, ആ വീടിന്റെ മൊത്തത്തിലുള്ള ഇസ്ലാമിക ചിന്തകൾക്ക് തുരങ്കം വെക്കാൻ സാധ്യമാകുന്നു. അതുകൊണ്ട് നമ്മളോട് ഇടക്കിടക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ മുബീൻ. ഉറപ്പിച്ചോളൂ, പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. അവൻ നമ്മുടെ അടുക്കൽ നേരിട്ട് വരാൻ സാധ്യതയില്ല എങ്കിൽ പോലും അവൻ പല രൂപത്തിലായി കടന്നു വരാം. പല മനുഷ്യന്മാരും കടന്നു വരും, പല ബന്ധങ്ങളും കടന്നു വരും. മൊബൈൽ ഫോണിന്റെ രൂപത്തിലാവാം, ചാറ്റിങ്ങിന്റെ രൂപത്തിലാവാം, മറ്റു പരിചയത്തിന്റെ പേരിലാവാം, മറ്റു കുടുംബത്തിലെ പല വ്യക്തികളിലൂടെയാവാം നമ്മിലേക്ക് വന്ന് നമ്മുടെ ഈമാനിനെ, നമ്മുടെ ഇഖ്ലാസിനെ നശിപ്പിക്കുന്ന പലതിലേക്കും അവൻ കൊണ്ടെത്തിക്കും. പലരും അങ്ങനെ പോവാ. കുടുംബത്തിലെ പിശാചിന്റെ ഇടപെടല് പല വ്യക്തികളോട്, ചില ആളുകൾ കുടുംബത്തിലെ കാരണവരായിരിക്കും, എല്ലാ വേണ്ടാത്തരത്തിനും പിന്തുണ കൊടുക്കും. നല്ലപോലെ വേഷം ധരിക്കുന്ന ഉമ്മയെയും അടക്കം പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. മാന്യമായി വസ്ത്രം ധരിച്ച് നടക്കണമെന്ന് വിചാരിക്കുന്ന മോളെ പോലും തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ കുടുംബത്തിനകത്ത് നിന്ന് കയറി വരും. പിശാചിന്റെ വിവിധ രൂപങ്ങളിലൂടെ. من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. വസ്വാസുകൾ ഉണ്ടാക്കുന്ന ജിന്നത്തിലും നാസിലും പെട്ടവരുണ്ടെന്നും കാവല് ചോദിച്ച് ആ 3 സൂറത്തുകൾ നമ്മൾ ഇടക്കിടക്ക് പാരായണം ചെയ്യുന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കത് എത്രമാത്രം വലിയ സന്ദേശമാണ് നൽകുന്നത്. മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സ്വർഗത്തിൽ സുഖമായി ജീവിക്കാൻ തുടങ്ങിയപ്പോ, സ്വർഗത്തിൽ രണ്ടുപേരും സുഖമായി ജീവിക്കാൻ തുടങ്ങിയ സമയത്താണ് അവരുടെ മുമ്പിലേക്ക് പിശാച് കയറി വന്നിട്ട് പറഞ്ഞു, പിശാച് അവരുടെ അടുത്ത് വന്ന് വസ്വാസോടെ മന്ത്രിക്കാൻ തുടങ്ങി. അവരോട് ഒരു കൽപ്പന ഇങ്ങനെ പറയാൻ തുടങ്ങി, നിങ്ങളോട് അല്ലാഹ് ഈ മരത്തിന്റെ കായ്കനി കഴിക്കണ്ടെന്നല്ലേ പറഞ്ഞത്, നിങ്ങളത് കഴിക്കണം. അല്ല പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കാര്യം എന്ന് പറയുന്ന രൂപത്തിൽ പറയും. നിങ്ങൾ ആ പഴം കഴിക്കണം, കഴിച്ചാൽ നിങ്ങൾക്ക് സുഖമായി സ്വർഗത്തിൽ എന്നും താമസിക്കാൻ പറ്റും, അതൊരു നല്ല പഴമാണെന്ന് തോന്നലുണ്ടാക്കി. അവരെ പിശാച മാർഗത്തിൽ വഴിതെറ്റിച്ച് കളയുകയാണ്. അവസാനം അല്ലാഹു തആല പറഞ്ഞു, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, നിങ്ങൾ ഈ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകണം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ചരിത്രം വിശദീകരിക്കുമ്പോൾ പറയാണ്, ആ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞാൽ കായ്കനികൾ അവർ തിന്നുന്ന സമയത്ത് ആദ്യമുണ്ടായത് അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ ഇല്ലാതായി പോവുക ചെയ്തത്. പിശാചിന് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് മനുഷ്യരുടെ ഔറാത്തുകൾ കാണിച്ചു കൊടുക്കുക. അങ്ങനെ സ്വകാര്യതകളും മറച്ചു വെക്കുന്നതൊന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാതും കാണിക്കുക എന്ന ടെൻഡൻസി പിശാചിന്റെ ഒരു വല്ലാത്ത താല്പര്യമുള്ള മേഖലയാണ്. എന്തിനാ വസ്ത്രം എന്ന് പറഞ്ഞപ്പോ, അലങ്കാരങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭംഗിക്കും നിങ്ങളുടെ മറക്കേണ്ടതിനെ മറക്കാനും നിങ്ങൾക്കുള്ള ഒരു അലങ്കാരവുമായിട്ടാണ് നിങ്ങൾക്ക് വസ്ത്രമെങ്കിൽ, പിശാച് നമ്മളെ ആ വസ്ത്രം ഇങ്ങനെ മറക്കാതിരിക്കാൻ വേണ്ടിയുള്ള പണികൾ ചെയ്തുകൊണ്ടിരിക്കും. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ചരിത്രത്തിൽ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട 2 മക്കളെ, പേരക്കുട്ടികളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ വമിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ.
നമ്മളൊക്കെ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി എത്ര പേര് അങ്ങനെ പ്രാർത്ഥിച്ചത് നോക്കണം. ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ വരെ അവർ രണ്ടുപേർക്കും അല്ലാഹുവേ നീ നിന്റെ കലിമത്തുകൾ കൊണ്ട് ഞാൻ കാവല് ചോദിക്കുകയാണ് പൂർണ്ണമായിട്ട്. വമിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ, പിശാചിന്റേതായ എല്ലാവിധ ദുർബോധനങ്ങളിൽ നിന്ന് കാവല് ചോദിക്കുകയാണ്. മോശപ്പെട്ട എല്ലാ കണ്ണിന്റെ ഷർറുകളിൽ നിന്ന് കാവല് ചോദിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും വേണ്ടി നമ്മുടെ പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. മക്കൾ നന്നാവാൻ, പിശാചിന്റെ ഷർറുകളിൽ നിന്ന് കാവല് തേടാനുള്ള ദുആയായിക്കൊണ്ട് ഹദീസിൽ പറഞ്ഞ വാക്കുകളാണ്. മാത്രമല്ല, ലൈംഗിക വിശുദ്ധി സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ഇസ്ലാം ഭാര്യ ഭർത്താക്കന്മാരുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ലൈംഗിക ബന്ധത്തിൽ പോലും പിശാച് ഇടപെട്ടുകൊണ്ട് അവനോട് പറയുന്നത്, പിശാച് അവിടെ അത്തരത്തിൽ മോശമായ ആ കാര്യങ്ങളിലൊക്കെ അവനെ വിസ്മരിക്കാൻ ചിന്തിപ്പിക്കുന്ന ആ ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പ്രാർത്ഥിക്കണം നിങ്ങൾ ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബിശ് ശൈത്വാൻ വജന്നിബിശ് ശൈത്വാന ഫീമാ റസഖ്തനാ. അങ്ങനെ പ്രാർത്ഥിച്ച് അതിൽ നിങ്ങൾക്കൊരു സന്താനം റബ്ബ് വിധിച്ചാൽ പിശാചിന്റെ ശർറുകൾ അവനെ ബാധിക്കില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ബിസ്മി ചൊല്ലുന്ന എത്ര പേരുണ്ട്? എന്തേലൊക്കെ വർത്താനം പറഞ്ഞാണ് കേറും. ചിലപ്പോ വീട്ടിലേക്ക് കേറുന്നുള്ള ഓർമ്മ ഉണ്ടാവൂല. വീട്ടിലേക്ക് വേറുമ്പോ ബിസ്മില്ല പറയണം. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല പറയണം. അത് പറഞ്ഞില്ലെങ്കിൽ അന്നേ ദിവസം താമസിക്കാനും അന്നേ ദിവസം ഭക്ഷണം കഴിക്കാനും മബീതുല്ലക്കും അശാഉല്ലക്കും, നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണമുണ്ട്, നിങ്ങൾക്ക് ഇന്ന് ഇവിടെ രാത്രി താമസമുണ്ടെന്ന് കൂട്ടാളികളോട് പിശാചുക്കൾ വിളിച്ചു പറയും. ഇതൊക്കെ ആരെ പഠിപ്പിച്ചിരുന്നത്? നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഇരുന്ന് യോഗം കൂടിയപ്പോ കിട്ടിയ ആശയാണോ? വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഇസ്ലാമിക കുടുംബത്തിന്റെ അടിസ്ഥാന ഏറ്റവും പ്രധാന മർമ്മഭാഗങ്ങളെ പോലും ഇല്ലാതാക്കാൻ വീടിനകത്ത് പോലും പലതരത്തിലുമുള്ള മ്ലേച്ഛതകൾക്ക് സാധ്യതകൾക്ക് ഒരുങ്ങും. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാളുകൾ അവർക്കൊരിക്കലും സ്വർഗത്തിലെത്താൻ പറ്റൂല. ഒന്നാമത്തെയാള് അൽ ആഖുലി വാലിദൈൻ, മാതാപിതാക്കളെ ധിക്കരിക്കുന്ന മക്കളാണോ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂല. വമുദ്മിനുൽ ഖംറി, മദ്യപാനിയായ മനുഷ്യന് സ്വർഗത്തിലെത്താൻ കഴിയൂല. ദുയ്യൂസിന് സ്വർഗത്തിലെത്താൻ കഴിയൂല. സ്വഹാബത്ത് പറഞ്ഞു, ദുയ്യൂസ് എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അല്ലദീ യുഖിറു ഫീ ബൈതിഹി വഫീ അഹ്ലിഹി, അവന്റെ കുടുംബത്തിൽ നടക്കുന്ന തെറ്റായ വേണ്ടാത്ത പലതും നടക്കുമ്പോഴൊക്കെ അതിനൊക്കെ സമ്മതം കൊടുക്കുന്ന കുടുംബനാഥനാണ് ദുയ്യൂസ്. നല്ല പാട്ടും സിനിമയും കളിക്കാണ്, ഉമ്മാക്ക് എതിർപ്പില്ല, വാപ്പാക്ക് എതിർപ്പില്ല. ദുയ്യൂസ്. ബർത്ത്ഡേ ഉണ്ട്, കേക്ക് മുറിക്കുന്നു, ആഘോഷിക്കുന്നു, സ്റ്റാറ്റസ് വെക്കുന്നു, എത്തിക്കാൻ പറ്റുന്നവർക്കൊക്കെ ചെയ്യുന്നത് മാത്രമല്ല ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അയാൾ എതിർക്കുന്നില്ലെങ്കിൽ അവൻ ദുയ്യൂസ്. എല്ലാ ദുരാചാരങ്ങളും, വെഡിങ് ആനിവേഴ്സറി അത് ക്ഷേമമായി ആഘോഷിക്കുന്നു, അതിന്റെ വീഡിയോ എടുക്കുന്നു, എന്നിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ കേക്ക് വെച്ചു കൊടുക്കുന്ന രംഗമൊക്കെ എടുത്തിട്ട് അതെല്ലാവർക്കും അങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. ആരാ കാണുന്നത്? നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നത്. എല്ലാ നിലക്കും നമ്മുടെ ജീവിതത്തിന്റെ ചില അരുതായ്മകളെ മറച്ചു വെക്കാൻ, പിടിച്ചു വെക്കാൻ പറ്റാതെ നമ്മളൊരു പുത്തഴിഞ്ഞ ജീവിതം നയിച്ചിട്ട് അവസാനം നമ്മളൊക്കെ ഇസ്ലാമിക കുടുംബം വേണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം, നമ്മൾ ഓരോരുത്തരും അവരവന്റെ ഉത്തരവാദിത്തം നിർവഹിക്കും. ഒന്ന് പറഞ്ഞത് നമ്മൾ അമ്പിയാക്കന്മാര് പറഞ്ഞ ഇണകൾ എന്ന സംവിധാനത്തെ മുറുകെ പിടിക്കുക. രണ്ട്, പിശാചുക്കൾ നമുക്ക് നേരെ ഉണ്ടാക്കുന്ന വിവിധ തരം കുതന്ത്രങ്ങളെ ജാഗ്രതയോടെ കാണും. മൂന്ന്, ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുക. ബാപ്പാക്ക് എന്താ പണി? ബാപ്പയുടെ ഉത്തരവാദിത്തങ്ങൾ ബാപ്പ നിർവഹിക്കുക. രണ്ടു കൂട്ടരുള്ളതുകൊണ്ട് എല്ലാവർക്കും കിട്ടാൻ വേണ്ടി പറയാം. ബാപ്പയുടെ ഉത്തരവാദിത്തങ്ങൾ, ഭർത്താവിന്റെ ഉത്തരവാദിത്തങ്ങൾ നോക്കൂ. നിങ്ങൾ എത്ര കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ അതിന്റെ കൽപ്പനകൾ പറഞ്ഞു. സൂറത്തുൽ നിസാ പറഞ്ഞു, ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി. ആ വിശുദ്ധ വചനങ്ങളിലൂടെ നമ്മളോടും പറഞ്ഞു, ഓരോ മനുഷ്യരും, പുരുഷൻ അവന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക, സ്ത്രീ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക. പുരുഷന് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ പുരുഷന്മാർക്ക് ഒന്നുകൂടെ മേൽനോട്ടവും അതുപോലെ സ്ഥാനവും കുറച്ചധികമുണ്ട്.
അവരാണ് പണം സമ്പാദിക്കുന്നത്, അവരാണ് പണം ചെലവഴിക്കുന്നത്, അവരാണ് കുടുംബത്തിന്റെ നായകത്വം വഹിക്കുന്നത്. ആ പണി അവർ ചെയ്യണം. വീട്ടിലേക്ക് ആവശ്യമായ വിഭവങ്ങൾ കൊടുക്കുന്ന, വീടിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഒരു കുടുംബനാഥനായി മാറാൻ നമുക്ക് സാധ്യമാകണം. അവിടെ എത്രമാത്രം പോരായ്മകൾ സംഭവിക്കുന്നു, അതൊരു വീടിന്റെ വീഴ്ചയാണ്. ഇന്ന് പഴയ പോലെയല്ല, നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഉത്തരവാദിത്വം ചെയ്യാതെ മാറി നടക്കുന്ന കുടുംബനാഥൻ, ചെലവിന് കൊടുക്കാത്ത, ഭക്ഷണത്തിന് പൈസ കൊടുക്കാത്ത. നമ്മുടെ ഈ സിസ്റ്റം പോലെയല്ല. കണ്ണൂർ സിസ്റ്റത്തിന് അപ്പുറത്ത് പൊതുവിൽ നാട്ടിലുണ്ടാകുന്ന ഒരു ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു ഭാര്യ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ മക്കൾ തുടങ്ങിയ എല്ലാവരുടെയും ഉത്തരവാദിത്തമുള്ള ഒരു ഭർത്താവ് ആ വീട്ടിലേക്ക് സമ്പത്തിന്റെ ഒരു വിഹിതവും കൊണ്ടുവരുന്നില്ലെങ്കിൽ ആ വീടിന്റെ അവസ്ഥയെപ്പറ്റി ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ആശുപത്രിയിൽ പോകാൻ പോലും പൈസയില്ലാതെ പ്രയാസപ്പെട്ട് വിളിക്കുന്ന ഭാര്യമാര് നമ്മുടെയൊക്കെ നാടുകൾ കാണാൻ സാധിക്കും. ഒരു ആശുപത്രി കേസിന് പോലും ഒരു സഹായത്തിന് ഭർത്താവിന്റെ സഹായമില്ലാതെ. താൻ ത്വലാഖ് ചൊല്ലിയാൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഭാര്യക്കും കുട്ടികൾക്കുമുള്ള ചെലവിന് കൊടുക്കേണ്ടത് ഭർത്താവാണ്. ഇദ്ധരിക്കുന്ന ത്വലാഖ് ചൊല്ലിയവരാണെങ്കിൽ പോലും പിന്നെ നേരം പോലെ വിവാഹം കഴിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഒഴിവെടുക്കാൻ പറ്റുക? സമ്പത്തിന്റെ കണ്ടെത്തുന്ന അതിനുവേണ്ടി മാർഗത്തിൽ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു. ആ മാർഗത്തിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ വലിയ പ്രതിഫലാണ്. അതിനുവേണ്ടി കുടുംബം സംരക്ഷിക്കാൻ വേണ്ടി പോകുന്ന വഴിയിൽ ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ അവന് ഷഹീദാണ്. അതൊരു ചെറിയ ഉത്തരവാദിത്തമല്ല. രാവിലെ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന ഓരോ ഭർത്താക്കന്മാരും അല്ലെങ്കിൽ ഉപ്പമാരും അവരുടെ വലിയ ഒരു ഭാരവുമായി അവർ ഇറങ്ങിപ്പോവാം. വൈകുന്നേരം അവർ തിരിച്ചു വരികയാണ്. അതുകൊണ്ട് സ്വഹാബത്തിന്റെ ഭാര്യമാര് പറയാറുണ്ട്, നിങ്ങൾ ജോലിക്ക് അല്ലെങ്കിൽ കച്ചവടത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോ ഒരു കാര്യം ഞങ്ങൾക്ക് ഉപദേശിക്കാനുണ്ട്. ഞങ്ങൾ ദാഹം ക്ഷമിച്ചോളാം, ഞങ്ങൾ വിശപ്പ് സഹിച്ചോളാം. നരകത്തിന്റെ വിറക് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ഹറാമ് കൊണ്ടുവരരുത്. ഇതൊരു കുടുംബനാഥൻ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തമാണ്. ഒരു വീടിന്റെ അസ്തിത്വമാണ് ഹലാലായ സമ്പത്ത് കൊണ്ട് വളർന്നു വരുന്നവർ. കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ. ഹലാലായ ത്വയ്യിബായത് നിങ്ങൾ കഴിക്കണം. കുട്ടികൾക്ക് അതാണ് കൊടുക്കേണ്ടത്. ലഹരി വിറ്റ പൈസ കൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. സിഗരറ്റ് വിറ്റ് അല്ലെങ്കിൽ കഞ്ചാവ് വിറ്റ് മദ്യത്തിന്റെ പൈസ വിരിച്ച് ലോണിന്റെ അല്ലെങ്കിൽ പലിശയുടെ ഇടപാട് നടത്തി ഹക്കില്ലാത്ത ഹലാലല്ലാത്ത പണം കൊണ്ടല്ല കുടുംബം നോക്കേണ്ടത്. അധ്വാനിച്ചൊരു മനുഷ്യൻ അവൻ അധ്വാനിച്ചതിൽ വെച്ച് അവന്റെ കൈ കൊണ്ട് അധ്വാനിച്ച് തിന്നുന്ന ഭക്ഷണമാണ് അവൻ ഏറ്റവും ബർക്കത്തുള്ള സമ്പാദ്യം. അവൻ ഏറ്റവും നല്ലത് അതാണ്. അതോടൊപ്പം തന്നെ തന്റെ കീഴിലുള്ള ഭാര്യയോടുള്ള തന്റെ കടമകൾ സൂറത്തുൻ നിസായിൽ വീണ്ടും പറഞ്ഞു, ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരോട് മര്യാദയോടെ പെരുമാറണം. അവരിങ്ങനെ കടിച്ചു കീറുന്ന പെരുമാറ്റ രീതികൾ നമ്മൾ മാറ്റണം. സ്നേഹത്തിന്റെ പെണ്ണിനെ പറ്റി പറയാറുന്ന ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും, ഒരു വളഞ്ഞ ഭാര്യയല്ലാൽ സൃഷ്ടിക്കപ്പെട്ടവളാണ്. ആ ഒരു കുറവിനെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ എന്തെങ്കിലും ഒരു സ്വഭാവദോഷത്തിന്റെ പേരിൽ വെറുക്കരുത്. സ്വഭാവദോഷങ്ങൾ ഉണ്ടാകും, തികഞ്ഞവരാരും ഉണ്ടാവില്ല. ലാ യഫ്റുഖു മുഅ്മിനുൻ വമുഅ്മിനതൻ, ഒരു മുഅ്മിനായ മനുഷ്യനും മുഅ്മിനത്തായ ഭാര്യയെ വെറുക്കരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ, നീ അവളിൽ എന്തെങ്കിലും ഒരു ദൂഷ സ്വഭാവം കണ്ട് വെറുപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, റളിയ മിൻഹാ ആഖർ, മറ്റൊരുപാട് തൃപ്തിപ്പെടുന്ന നല്ല സ്വഭാവങ്ങൾ അവൾക്കുണ്ട്. പിന്നെ എന്തിനാണ് ആ ചീത്ത സ്വഭാവം മാത്രം സ്വപ്നം കണ്ട് നീ നടക്കുന്നത്? അവളുടെ നല്ല സ്വഭാവം നിനക്ക് ആലോചിച്ചൂടെ? പിന്നെയും ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ ഭാര്യമാരോട് ഏറ്റവും നല്ല സൗമ്യതയുള്ള പെരുമാറ്റത്തിൽ ഒതുങ്ങണം. ഏറ്റവും നല്ല പെരുമാറ്റം വഖൂലു ഖൗലൻ സദീദാ, മൊത്തത്തിൽ എല്ലാവരോടും മാന്യമായ നല്ല വാക്കുകൾ പറയണം. നമുക്ക് ജോലി ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ പുറത്ത് നടക്കുന്നിടത്ത് കാണുന്ന ആ ബന്ധങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ
നമ്മൾ ഏറ്റവും മാന്യതയുള്ള മര്യാദയുള്ള പെരുമാറ്റം പുറത്തൊക്കെ കാണിക്കുള്ളൂ. എന്നാൽ നമ്മൾ ഏറ്റവും മാന്യനാവേണ്ടത് നിങ്ങളുടെ നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ വീട്ടുകാരോട് നന്നായി മാന്യത കാണിക്കുന്നവനാണ്. നമ്മൾ നല്ല മനുഷ്യനാവണം. ഭർത്താക്കന്മാർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും തന്നെ വീഴ്ച വരാതെ കൊണ്ടു നടക്കേണ്ടതുണ്ട് ആ ദൗത്യത്തെ. മാത്രമല്ല, ഭാര്യമാരെന്ന നിലക്ക് ഭാര്യമാരോട് ഇസ്ലാം പറഞ്ഞു, ഭാര്യമാരെ നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതും പ്രിയപ്പെട്ടതും നിങ്ങൾക്ക് മഹർ തന്നവൻ ആരാണോ അവനാണ്. നമ്മുടെ മഹറിനെ പറ്റി പറഞ്ഞ എന്താ? നിങ്ങൾ മഹർ കൊടുക്കുമ്പോ തൃപ്തിപ്പെട്ടുകൊണ്ട് നിങ്ങൾ അത് കൊടുക്കണം, സന്തോഷകരമായി നിങ്ങൾ അവർക്ക് കൊടുക്കണം. ആ മഹർ കൊടുത്ത് നാം വിവാഹം കഴിച്ചവർ നമ്മുടെ കൂടെ വരുന്ന ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മേൽ ബാധ്യതയുള്ളതുപോലെ തന്നെ ഭാര്യമാർക്കും വലിയ ഉത്തരവാദിത്തമായി പിന്നെ സ്വന്തം ഉപ്പയേക്കാൾ സ്വന്തം ഉമ്മയേക്കാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ഭർത്താവിനോട് ചോദിക്കണം. ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ വീട്ടിലേക്ക് അയാൾ ഇഷ്ടമില്ലാത്ത ആളുകളെ പ്രവേശിപ്പിക്കാൻ പാടില്ല. വലിയ ഉത്തരവാദിത്തം പിന്നീട് ഭാര്യക്ക് ഭർത്താവിന്റെ പേരിലുള്ള ഒരിക്കലും സ്വാതന്ത്ര്യം കുറക്കുകയില്ല. അനേകം ആൾക്കാർ പറയാം, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്രീഡല്ല ഇല്ല. അതൊരു പരസ്പര പൂരകമായ ഒരു ഉത്തരവാദിത്ത ബോധമാണ്. അങ്ങനെ താൻ തന്റെ ചുമതലയുള്ള ഭർത്താവിനോട് അനുവാദം ചോദിക്കലും ഒരു പരസ്പരം കൂടിയാലോചിക്കലും ചെയ്യുന്നതിന്റെ ഭാഗമാണ് അവളുടെ ഭർത്താവിന്റെ അനുവാദത്തെ മാനിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്ത്രീകൾ ആരെങ്കിലും നിങ്ങളോട് പള്ളിയിൽ പോകാൻ അനുവാദം ചോദിക്കും, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അള്ളാന്റെ പള്ളികളിലേക്ക് ഒരു സ്ത്രീകൾ ആരെങ്കിലും അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയാൻ പാടില്ല. പള്ളി പോകരുത് എന്ന് ഭർത്താവിന് പറയാൻ അധികാരമല്ല. എന്നാൽ ഒരു ഭർത്താവിനോട് അനുവാദം ചോദിക്കാതെ സുന്നത്ത് നോമ്പ് പോലും പിടിക്കാൻ പാടില്ല. ഭർത്താവിൽ ഒരു യാത്ര പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇന്ന് ഉച്ചക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം വിചാരിച്ചിട്ടുണ്ടാവും. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഓൾക്കുന്ന നോമ്പാണ്. ഭർത്താവിനോട് ചോദിക്കാൻ, ഞാൻ നിങ്ങൾ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എടുത്തോട്ടെ, അത്രേ ഉള്ളൂ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോവാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു പെണ്ണ് ഖറജത് മിൻ ബൈതിഹാ ബിഇദ്നി ബിഗൈരി ഇദ്നി സൗജിഹാ, ഭർത്താവിന്റെ അനുമതിയില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്, ലഅനത്തുൽ മലായിക ഹത്താ തർജിഅ, വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ മലക്കുകൾ ആ പെണ്ണിനെ ശപിച്ചുകൊണ്ടിരിക്കും. മൂപ്പരൊന്നും പറഞ്ഞോളന്നൊന്നുമില്ല, മൂപ്പര് എതിർത്തോളന്നൊന്നുമില്ല. പക്ഷെ പൊതുവിൽ അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ ശാപം കിട്ടും. അദ്ദേഹം വീട്ടിൽ വന്നു. രാത്രിയായി സ്വാഭാവികമായി മനുഷ്യന്റെ വികാര വിചാരങ്ങളെ ഏറ്റവും അധികം ശ്രദ്ധയോടെ അവർക്ക് ഒത്തൊരുമിച്ചുള്ള ജീവിതത്തിന്റെ ഭാഗമാണ് അവരുടെ ലൈംഗിക വിശുദ്ധിയും ബന്ധങ്ങളും. ഒരു പെണ്ണ് അകാരണമായി തന്റെ ഭർത്താവിന് നൽകേണ്ടുന്ന ആ ശാരീരിക ബന്ധത്തെ നിഷേധിച്ചാൽ മലായികത്തുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കും. നേരം വെളുക്കുന്നത് വരെ, പുലരും വരെ ഒരു പെണ്ണിനെ മലക്കുകൾ ശപിക്കുമെന്ന് പറഞ്ഞാൽ എത്ര വലിയ ശപിക്കുമെന്ന വാക്കിന്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യം തടയപ്പെടുന്നതാണ് അതിന്റെ അർത്ഥം. ഇനി മാത്രവുമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിച്ച സാരോപദേശങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഒരുപാട് നല്ല സ്ത്രീകളുണ്ട്. അവരുടെ പ്രത്യേകത അൽ വലൂദ് അൽ വദൂദ്, നന്നായി പ്രസവിക്കുന്നവളായിരിക്കും, ഭർത്താവിനോട് നല്ല സ്നേഹമുള്ള പെണ്ണായിരിക്കും സ്വർഗത്തിൽ ഉണ്ടാവുക. സ്വർഗക്കാരായ സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ഗുണം, അവരുടെ ഇണ ഏതെങ്കിലും കാരണത്താൽ അവളോടൊന്ന് പിണങ്ങിയാൽ അവൾ ഭർത്താവിന്റെ കൈ പിടിച്ച്, രാത്രി തന്നെ അവൾ കൈ പിടിച്ചുകൊണ്ട് ഭർത്താവിനോട് പറയും, ഞാൻ ഇന്നൊരിക്കലും ഒരുപോലെ കണ്ണടക്കൂല, നിങ്ങൾ എന്നെ തൃപ്തിപ്പെടാതെ ഞാൻ ഇന്നുറങ്ങൂല. വേണമെങ്കിൽ മിണ്ടിക്കോ, വേണമെങ്കിൽ ഉറങ്ങിക്കോ എന്ന് പറയില്ല. നിങ്ങൾ മിണ്ടാതെ, നിങ്ങൾ പിണക്കം മാറ്റാതെ ഞാൻ ഇന്ന് ഉറങ്ങില്ല. അത്രമാത്രം ഒരു ഭർത്താവിനോട് പരിഗണനയുണ്ടാകും. സഹാബിമാരുടെ ജീവിതത്തെ നിങ്ങൾ ക്രോഡീകരിച്ചു നോക്ക്. സഹാബത്തിന്റെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും കൂട്ടിവെച്ച് വായിച്ചു നോക്ക്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അലിയാരിതങ്ങൾ എങ്ങനെയായിരുന്നു, അമ്മോശനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു,
മരുമകനായ അലി റളിയല്ലാഹു അൻഹു നബിയോട് എങ്ങനെയായിരുന്നു? എന്തൊക്കെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വന്നപ്പോഴും പിണക്കങ്ങൾ ഉണ്ടായപ്പോഴും ഒരിക്കലും അവരുടെ കുടുംബത്തിൽ കലാപങ്ങളും കച്ചറകളും വഴക്കുകളുണ്ടെങ്കിലും പിണക്കങ്ങൾ എല്ലായിടത്തുണ്ടാവും. ആ പിണക്കങ്ങൾ അതിനെ രമ്യമായി പരിഗണിക്കുക. പിണക്കങ്ങൾ സൗഹൃദവും സ്നേഹവും അധികരിപ്പിക്കുകയാണ് ചെയ്യുക. മൂന്നാമത്തെ നമ്മുടെ ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഉത്തരവാദിത്തങ്ങളിൽ ഉമ്മയുടെയും ഉപ്പയുടെയും രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ് മക്കളെ കാര്യം ശ്രദ്ധിക്കുക. ഇസ്ലാമിക കുടുംബത്തിൽ മക്കൾക്കുള്ള വലിയ റോള് രണ്ടാളുടെ. നമ്മുടെ കുട്ടി നമ്മുടെ രണ്ടുപേരുടെയാണ്. രണ്ടാളും ഇടക്കിടക്ക് പറയണം. ചിലപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും അത് ഓളെ കുട്ടിയാണ്. കാരണം എന്താ? നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള ചിന്ത. രണ്ടുപേരും അറിയേണ്ട ഒരു വിഷയമുണ്ട്. ഈ കുടുംബജീവിതത്തിൽ നമുക്ക് പടച്ചോൻ തന്ന വലിയ നിഅമത്താണ് മക്കൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫിറോസ് കുന്നംപറമ്പിലിനെ പോലെയുള്ള ആളുകളുടെ വീഡിയോ ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ. 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികളുടെ മേലാകെ ആശുപത്രിയിൽ ട്യൂബിട്ട് ശ്വാസം കിട്ടാതെ അവരിങ്ങനെ വയറൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ചാടി നിൽക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ ജീവൻ കിട്ടാൻ വേണ്ടിയാണ് ലക്ഷക്കണക്കിന് രൂപ ചോദിക്കുന്നത്. നമ്മുടെ കുട്ടിക്ക് യാതൊരു രോഗവുമില്ലാതെ പടച്ചറപ്പ് തന്നിട്ട് നമുക്ക് 2 പേർക്കും ഒത്തൊരുമിച്ച് സ്നേഹിച്ച് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പടച്ചവനോട് ഉത്തരം പറയണ്ടേ? നാളെ പരലോകത്ത് പടച്ചറപ്പ് നമുക്ക് ലഭിച്ച സകല നിഅമത്തും ചോദ്യം ചെയ്യപ്പെടും. ഇത്രയും മക്കളെ റബ്ബ് തന്നു. ആ മക്കൾക്ക് നമ്മൾ ദീന് കൊടുത്തോ? നല്ല പേരിട്ടിട്ടുണ്ടോ? നല്ലൊരു പേര് വിളിച്ചിട്ടുണ്ടോ? അഖീഖ അറുത്തിട്ടുണ്ടോ? ഇപ്പോഴും പല രക്ഷിതാക്കൾക്കും അറിയില്ല ഞാൻ എന്തിനാ അറക്കേണ്ടത്, ഏത് ദിവസം അറക്കേണ്ടത്, ആദ്യം മുടി കളയണോ, ആദ്യം മറവ് നടത്തണോ, പിന്നെ അറക്കാൻ പറ്റുമോ? ഇനിയെങ്കിലും ഒന്ന് പഠിച്ചു മനസ്സിലാക്കണം. അഖീഖ അറക്കുക എന്നത് വലിയ ഉത്തരവാദിത്വത്തോടെ കടമയായി ശക്തമായ സുന്നത്തായി സമ്പത്തില്ലാതിരുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും തന്റെ പേരക്കുട്ടികൾക്ക് അടക്കമുള്ളവർക്ക് വലിയ അത് അഖീഖ അറുത്തു കൊടുത്ത എത്ര രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സമ്പത്തും കഴിവൊക്കെയുള്ള നമ്മളോട് ആടിനെ അറുക്കാൻ നമുക്ക് കിട്ടിയ ഒരു ആൺകുട്ടിയാണെങ്കിൽ 2 ആടിനെ, ഒരു പെൺകുട്ടിയെ പടച്ചോന്നുണ്ടെങ്കിൽ ഒരാടിനെ അറുത്ത് 7ന്റെ അന്ന് അതിനെ അറുത്തതിന്റെ മാംസം വിതരണം ചെയ്യാൻ ഇസ്ലാമിലെ ഒരു വലിയ നന്മയായി അതൊരു വലിയ നേട്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഖീഖ അറുക്കുക. അവർക്ക് വേണ്ടുന്ന മതബോധവും ദീനീ പഠനവും വീട്ടിൽ നല്ല അന്തരീക്ഷം വീട്ടിലുണ്ടാക്കുക. 7 വയസ്സ് മുതൽ മുറു ഔലാദക്കും ബിസ്വലാത്തി വഹും അബ്നാഉ 7 വയസ്സായ ആണിനെയും പെണ്ണിനെയും നിങ്ങൾ നമസ്കാരം ശീലിപ്പിക്കുക. വഫർഖൂ ബൈന മവാജിഇഹിന്ന 10 വയസ്സാകുന്നതോടുകൂടി നമസ്കാരം നിർബന്ധിപ്പിക്കണം. അവരെ കിടപ്പറയിൽ നിന്ന് നിങ്ങൾ മാറ്റിക്കടത്തണം. ഇന്നത്തെ കാലത്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ആൾക്കാരാണ്. അവസാനം നമ്മുടെ പലരുടെയും കുടുംബത്തിൽ കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാരുടെ ഭാര്യമാർ എനിക്ക് ഇയാളെ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. കാരണം ഇയാൾക്ക് പെണ്ണിനോട് താല്പര്യമില്ല. കല്യാണം കഴിച്ച് മാസങ്ങൾ ഒരുമിച്ച് ജീവിച്ച ആളുടെ കൂടെ ജീവിക്കാനും കിടന്നുറങ്ങാനും പെണ്ണിനെ ഇഷ്ടപ്പെടാത്ത ആണുങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. ചെറിയ കാലഘട്ടം മുതൽ ഇത് തുടങ്ങുകയാണ്. പ്രകൃതി വിരുദ്ധ പീഡനം എന്ന പേരിൽ ഇന്ന് നമ്മൾ ഒരുപാട് വാർത്തകൾ കാണുകയാണ്. 60 വയസ്സുകാരൻ 12 വയസ്സുകാരനെ പീഡിപ്പിച്ചു. 12 വയസ്സുകാരനെ. 64 വയസ്സുകാരൻ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ചു. നഊദുബില്ലാഹ്. ഈ സംഭവങ്ങൾ പെരുകാതിരിക്കാൻ ഓരോ രക്ഷിതാവും ശ്രദ്ധിക്കുക. 2 പെൺകുട്ടികൾ ഒരുമിച്ചൊരു പായയിൽ ഒരു പുതപ്പിൽ കിടന്നുറങ്ങരുത്. 2 ആൺകുട്ടികൾ 10 വയസ്സിന് മേലെയുള്ള കുട്ടികൾ ഒരു പായയിൽ ഒരു ബെഡിൽ ഒരു പുതപ്പിൽ ഒരുമിച്ചുറങ്ങരുത്. നമ്മൾ ആരുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനാണ്. മക്കൾക്ക് വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, വസ്ത്രത്തിന്റെ അദബ് പഠിപ്പിച്ചു കൊടുക്കണം, അദബ് ഉണ്ടാക്കണം. അലി റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, അദബ് എന്ന് പറഞ്ഞാൽ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് മക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണ്. അദബില്ലാത്തവൻ ഇൽമില്ലാത്തവൻ യതീമാണ്. നമ്മളറിയില്ലേ വാപ്പ മരിച്ചാൽ യതീമാണ്? അതൊന്നല്ല യതീം. യതീം എന്ന് പറഞ്ഞാല് വാപ്പിമ്മയൊക്കെ ഉണ്ടായിട്ട് കുട്ടിക്ക് അദബുമില്ല, ഇൽമുമില്ല, നല്ല പോലെ മുടി വെട്ടുന്നില്ല, നേരാവണ്ണം വസ്ത്രം ധരിക്കുന്നില്ല, സമയബന്ധിതമായി പള്ളി പോകുന്നില്ല, ഭക്ഷണം ശരിയായി കഴിക്കാൻ അറിയില്ല, വീട്ടുകാരോട് പെരുമാറാൻ അറിയില്ല, വീട്ടിലേക്ക് വരുന്ന അതിഥികളെ സ്വീകരിക്കാൻ അറിയില്ല. ഇങ്ങനെ ഒരു സ്വഭാവത്തിലും കാറ്റഗറിയിലും പെട്ടാലോ അവർക്ക് അദബില്ല, ഇൽമില്ല, അവൻ വലിയ യതീമാണ്.
മക്കൾക്ക് വസ്ത്രം ധരിപ്പിക്കണം. എന്ത് വസ്ത്രം ധരിപ്പിക്കേണ്ടത്? ലഅനല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ലഅനല്ലാഹു അല്ലാഹു ശപിച്ചിരിക്കുന്നു അൽ മുതശബ്ബിഹാതു മിനർ റിജാലി, പുരുഷന്മാരോട് സാദൃശ്യമുള്ള സ്ത്രീകളെയും സ്ത്രീകളോട് സാദൃശ്യമുള്ള പുരുഷന്മാരെയും ശപിച്ചിരിക്കുന്നു. കുഞ്ഞുനാള് മുതൽ വീട്ടിൽ ശീലിപ്പിക്കണം, പെൺകുട്ടിക്ക് പെൺകുട്ടിന്റെ വസ്ത്രം ശീലിപ്പിക്കണം, ആൺകുട്ടിക്ക് ആൺകുട്ടിന്റെ വസ്ത്രം ധരിപ്പിക്കണം. എത്ര വയസ്സായിരുന്നാലും പെൺകുട്ടി പെൺകുട്ടിയുടെ വേഷത്തിലും വസ്ത്രത്തിലും കളികളിലും അവരുടേതായ ഹോബീസിലുമാണ് അവർ പോകേണ്ടത്. പെൺകുട്ടിനെ നമ്മൾ തെങ്ങ് കയറ്റം പരിശീലിപ്പിക്കേണ്ട ആവശ്യമില്ല, അത് പെൺകുട്ടിക്കുള്ളതല്ല. ആൺകുട്ടിക്ക് ആൺകുട്ടിയുടെ വേഷവും ആൺകുട്ടിയുടേതായ കളികളിലുമായി സ്വത്വബോധത്തോടെ വളർത്താൻ കഴിയണം. അപ്പൊ നമ്മൾ എന്താ പറയും, കുട്ടികളല്ലോ ഉസ്താദേ, അതിനിപ്പോ എന്ത് ഡ്രസ് ഇട്ടാൽ എന്താ? കുട്ടികൾ അങ്ങനെയാണ്, പക്ഷെ വാപ്പിമി കുട്ടിയല്ലല്ലോ. ചില സ്വർണത്തിന്റെ മോതിരട്ട് കൊടുക്കും, അല്ലെങ്കിൽ സ്വർണത്തിന്റെ കൈച്ചേന് കഴുത്തിൽ കാലിപ്പം. ഞാനൊരു കേസ് കണ്ടത്, കഴുത്തില് കയ്യിലൊക്കെ ആൺകുട്ടിന്റെ സ്വർണ്ണാഭരണം അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒറ്റ കുട്ടിയുള്ളൂ, ആദ്യമായിട്ടുണ്ടായ കുഞ്ഞാണ്. എന്തിനാണ് ഇത് ധരിപ്പിച്ചെന്ന് വെച്ചപ്പോൾ കുട്ടിയല്ലോ ഉസ്താദേ, എന്താ കുഴപ്പം? പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, സ്വർണം ധരിക്കാൻ പുരുഷന് പറ്റില്ല എങ്കിൽ ഇത് കുട്ടിയായാലും പറ്റില്ല, മുതിർന്ന പറ്റില്ല. മദ്യപിക്കാൻ ആ പുരുഷന് പറ്റൂല എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിക്ക് മദ്യപാനം പറ്റൂല, വലിയ ആൾക്ക് മദ്യപാനം പറ്റൂല. അതേപോലെ മുതിർന്ന ഒരു ഭാര്യക്ക് ജീൻസും പാന്റും ടോപ്പൊക്കെ ഇട്ട് ഭർത്താവിന്റെ അടുത്തേക്ക് പോലും വരാൻ പറ്റൂല. കാരണം അവർക്ക് ധരിക്കാൻ പാടില്ല. അവർക്ക് ഭർത്താവിനെ ഇഷ്ടപ്പെടുന്ന നല്ല വേഷവിധാനത്തിൽ വരാം, പക്ഷെ അതൊരിക്കലും പുരുഷ സാദൃശ്യമുള്ള വസ്ത്രമാകാൻ പാടില്ല. ഒരു പുരുഷൻ തന്റെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ ഒരു പെണ്ണിന്റെ വേഷം കെട്ടി വന്ന് അവർ തൃപ്തിപ്പെടുത്താൻ പാടില്ല. അതാണ് മുതശബ്ബിഹാത്തും മുതശബ്ബിഹൂനും എന്ന് പറയുന്നത്. ഇന്ന് എന്താണ് കൾച്ചർ ആലോചിച്ചു? കാൽമുട്ടിന്റെ അവിടെ 2 ഓട്ടയാണ്, ജീബ്രന്റെ മാതിരി ലൈൻ ഇങ്ങനെ കാണാം. എന്താ? മുസ്ലിം മഫ്തിട്ടിട്ടുണ്ട്, ടീഷർട്ട് ഇട്ടിട്ടുണ്ട്, ഒരു പാന്റ് ഉണ്ട്, പാന്റിന്റെ മുട്ടുകാല് കീറിയിട്ടുണ്ട്. ഇതെന്താണ്? പുതിയ പാന്റൊക്കെ ഇപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഏതൊക്കെ കോലത്തിൽ നടന്നുകൊണ്ട് ഷാളിട്ട് നോക്കി നിങ്ങൾ. ഇന്നത്തെ മുസ്ലിം കുട്ടികളിലെ സ്കൂളുകൾ, ഞാനൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളെ, ക്യാമ്പസ് പഠിപ്പിക്കുന്ന ആളാണ്. നമ്മൾ ഇങ്ങനെ ഒറ്റ നോട്ടം കണ്ട് നോക്കി 100 എണ്ണത്തിനെടുത്താല് മഫ്ത ചുറ്റി പിന്നിട്ട് കറക്റ്റ് സ്ലീവ് ആയിട്ടുള്ള ഒരു 100 എണ്ണത്തിൽ 2 3 ഹിന്ദു പെൺകുട്ടികൾ തലയിൽ ഷാളില്ലാന്നേ ഉള്ളൂ, പക്ഷെ അവർ മറക്കേണ്ടതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് മറച്ചത്. പറയേണ്ടി വന്നോണ്ട് പറയും, കറക്റ്റായിട്ട് അവർ ഡീസന്റ് ആയിട്ട് പെരുമാറുന്ന കുട്ടികൾ. നമ്മൾ കുട്ടികൾ ചോദിക്കണം, എന്തിനാ മുസ്ലിമായ പോലെ എന്തിനാ മഫ്ത, എന്തിനാ ഷാള് ചോദിക്കാൻ തുടങ്ങിയില്ലേ? അതൊക്കെ ചിലരുടെ ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ആവേശം കയറിയിട്ടാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്. നമ്മൾ മനുഷ്യനായാൽ മതി, നമ്മളിങ്ങനെ കുറെ മഫ്തയും ഷാളും പറത്തുന്നു തുടങ്ങുന്നില്ല. ഈ കോലത്തിലേക്ക് മനുഷ്യർ വന്നാൽ എന്തുണ്ടാവുമെന്നറിയോ? അവസാനം നമ്മുടെ കുടുംബത്തിൽ ഇസ്ലാമാകുന്ന അടിത്തറ പോവുകയും കുറെ മനുഷ്യന്മാര് മാത്രമായി മാറുകയും ചെയ്യും. അപ്പോഴാണ് ചില കുടുംബങ്ങളിൽ നിന്ന് ഈ അടുത്ത് വിളിക്കണ്ടായി, ഉസ്താദേ ഇന്നയാളുടെ ഭർത്താവ് മരണപ്പെട്ടു. ഭാര്യ പറയുന്നത്, ഞാൻ ഇരിക്കുന്നില്ല. എന്താ ഇരിക്കാത്ത? എനിക്ക് ഇരിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇരിക്കില്ല. എന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചാൽ നീ ഇരിക്കരുത്. അപ്പൊ ഇത് നമ്മൾ വീട്ടിൽ മീറ്റിംഗ് കൂടിയിട്ട് നമ്മൾ അങ്ങനെ തീരുമാനിക്കുക, ആരൊക്കെ ഇരിക്കണം, ഇരിക്കണ്ട, എനിക്ക് ഇരിക്കണം ഇഷ്ടമല്ല. ഇവിടെ എന്തുള്ളെന്നറിയോ? ദീനിലൊരു നിയമം പറഞ്ഞ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള വകുപ്പില്ല. ലാ തഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി. സൃഷ്ടാവായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് സൃഷ്ടികളുടെ ഒരാളുടെയും കൽപ്പന നമ്മൾ അനുസരിക്കാൻ പാടില്ല. ഇങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ കാർന്നു തിന്നുന്ന ലിബറലിസവും ജനറൽ ന്യൂട്രാലിറ്റിയും എല്ലാം ഉണ്ട്. അതിന്റെ കൂടെ നമ്മളൊക്കെ ആലോചിക്കണം, മനുഷ്യരായ നമ്മൾ, നിസ്സാരരായ ഈ മനുഷ്യരാകുന്ന നമ്മൾ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് സമയം എപ്പോഴും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാം, ചുറുചുറുക്ക് നഷ്ടപ്പെടാം, നമ്മുടെ യൗവനം നഷ്ടപ്പെടാം, നമ്മൾ രോഗിയാവാം, കിടപ്പിലാകാം, എന്തുമാകാം. ആരോഗ്യമുള്ള കാലത്ത് കുടുംബത്തിനു വേണ്ടി സ്നേഹത്തോടെ ഉമ്മയും ഉപ്പയും മക്കളും കുടുംബത്തിനുമൊക്കെ നമുക്ക് ആസ്വദിച്ച് ജീവിക്കാൻ കഴിയണം. 22 വയസ്സുള്ള മക്ബൂൽ എന്ന ഒരു ചെറുപ്പക്കാരൻ, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. അവന് പെട്ടെന്നൊരു രോഗം വരികയാണ്. ഡോക്ടറുടെ എല്ലാ ചെക്കപ്പും കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലാതെ മാർഗമില്ലെന്ന് പറഞ്ഞു. ഓടി ആശുപത്രിയിലെത്തിയ വാപ്പ പറഞ്ഞു, ഞാൻ എന്റെ കരൾ നൽകാൻ തയ്യാറാണ്.
എറണാകുളത്തെ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് വാപ്പ കൊടുക്കാൻ തയ്യാറായി, മാറ്റിവെക്കാൻ ഏകദേശം റെഡിയായപ്പോ പറഞ്ഞു 47 ലക്ഷം രൂപ വേണം, വൈകിപ്പിക്കാൻ പറ്റൂല, പെട്ടെന്ന് വേണം. ആ നാട്ടിലെ ചെറിയ ഹൈസ്കൂൾ പ്രായമുള്ള മക്കൾ വരെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി, റോഡ് സൈഡിൽ ഇറങ്ങി ബക്കറ്റ് എടുത്ത് പിരിച്ചു തുടങ്ങി. 3 ദിവസം കൊണ്ട് 72 മണിക്കൂർ കൊണ്ട് 52,06,433 രൂപ ഉണ്ടാക്കി കൊടുത്തു. 3 ദിവസം കൊണ്ട് പറഞ്ഞതിലും അപ്പുറത്തുള്ള സംഖ്യ ഉണ്ടാക്കി കൊടുത്തു. കൊണ്ടുവന്ന് പൈസ ഏൽപ്പിച്ച് ആശുപത്രിയിൽ ട്രീറ്റ്മെന്റ് ആരംഭിച്ച ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മക്ബൂല് വിട പറഞ്ഞു. പൈസ റെഡിയായി, ആശുപത്രി റെഡിയായി, പാപ്പ റെഡിയായി, എല്ലാം ഒരുക്കങ്ങളുണ്ട്. അള്ളാഹുവിന്റെ വിധിയെ തട്ടിമാറ്റാൻ ഒരാൾക്കും സാധ്യമല്ല. ഇവിടെയാണ് നമ്മുടെ മകൻ, നമ്മുടെ മകൾ, നമ്മൾ ഒരാളും അള്ളാഹുവിന് അപ്പുറമല്ല. നമ്മളൊക്കെ അള്ളാഹുവിന്റെ വിധി എത്തുന്ന സമയത്ത് നമ്മളൊക്കെ നമ്മുടെ വീട് വിട്ട് പിരിഞ്ഞു പോകാനുള്ളവരാണ്. ഈ ബോധം നഷ്ടപ്പെടുമ്പോഴാണ് വീട്ടിൽ അക്രമാസക്തരാകുന്ന മക്കളുണ്ടാകുന്നത്. ലഹരി വിവിധ കേന്ദ്രങ്ങളായി, വിവിധ ഭാഗങ്ങളായി ഇന്ന് നമ്മുടെ വീടുകളിലും നമ്മുടെ പരിസരങ്ങളിലും ഒക്കെ ഇന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ വായിച്ചു നോക്ക്, പോക്സോ കേസുകൾ വായിച്ചു നോക്ക്, പേരെടുത്ത് വായിക്കും നിങ്ങൾ. നമ്മുടെ പയ്യന്മാരുടെ പേരില്ലേ, ലഹരിക്കടത്ത് കേസില്ലേ, എയർപോർട്ടിൽ നിന്ന് സ്വർണം കടത്ത കേസുകളില്ലേ, നമ്മുടെ നാട്ടിൽ ലഹരി വിൽപ്പന കേസുകളിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ പേര് വരുന്നില്ലേ? പ്രിയപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന ലഹരിയിലാണ് ഇപ്പോൾ ഉള്ളത്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്തുള്ള മണ്ഡലത്തിൽ ഒരു ചെറിയ വീട്ടിൽ, വലിയ ചെറിയ സാധുക്കളായ ഒരു കുടുംബത്തിൽ ഒരു മകനും 2 അനിയന്മാരും സ്നേഹത്തോടെ കിടന്നുറങ്ങുക. അവലെ ഏറ്റവും ചെറിയ മോന് പറഞ്ഞു, ഉമ്മ ഞാൻ നിങ്ങളെ കൂടെ കിടക്കണില്ല, ഞാൻ ഇന്നും ഇക്കാക്കാന്റെ കൂടെയാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞു മൂത്ത ഇക്കാക്കാന്റെ കൂടെ കിടക്കാൻ വേണ്ടി അവൻ വന്നു. കെട്ടിപ്പിടിച്ചവർ ഒരുപാട് നേരം കിടന്നുറങ്ങി, കുറെ വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ചങ്ങനെ കിടന്നുറങ്ങി. രാത്രിയിൽ ഈ മൂത്ത ജ്യേഷ്ഠൻ എന്ന 21 വയസ്സുകാരൻ ഉപയോഗിച്ച ലഹരി സ്ട്രോങ് കൂടി അവൻ എന്തോരം ദേഷ്യപ്പെട്ടെന്ന് വന്നു. ഉറങ്ങിക്കിടക്കുന്ന തന്റെ 2 അനിയന്മാർക്ക് നേരെ കത്തിയെടുത്ത് കുത്താൻ വന്നപ്പോഴത്തേക്ക് അല്പം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബുദ്ധിയുള്ള ചെക്കൻ ചാടി എണീറ്റ് ഓടി രക്ഷപ്പെട്ടപ്പോഴത്തേക്ക് 1-2 മുറിവ് കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ഏറ്റവും ചെറിയ പ്രായമുള്ള, ഞാനിന്ന് ഉമ്മാന്റെ കൂടെ കിടക്കണില്ല, ഇക്കാക്കാന്റെ കൂടെ കിടക്കണുള്ളൂ എന്ന് വാശി പിടിച്ച ആ ചെറിയ 9 വയസ്സുള്ള ഇബ്രാഹിമിന്റെ കഴുത്തിനും നെഞ്ചത്തുമടക്കം 4 കുത്തു കൊടുത്തു. ആ കുട്ടി ചോര വാർന്ന് മരിച്ചു. അവനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അവനെ പിടിച്ചു. 2 ദിവസം കഴിഞ്ഞ് ബോധം തെളിച്ചപ്പോ അവൻ പോലീസിനോട് തിരിച്ചു വെച്ചു, ഞാൻ എന്ത് ചെയ്തിട്ട് എന്നോട് കൊടുത്തിട്ടിരിക്കുന്നത്? പോലീസ് പറഞ്ഞു, നീ നിന്റെ അനിയനെ കൊന്ന കേസിലെ പ്രതിയാണ്. ഞാൻ എപ്പോഴാ ചെയ്തത്? നമ്മൾ വിചാരിച്ച ലെവലിന്റെ അപ്പുറത്തേക്ക് മനുഷ്യന്റെ എല്ലാം മറപ്പിച്ചു കളയുന്ന, ഹമിറ എന്ന വാക്കിന്റെ അർത്ഥം മറപ്പിച്ചു കളയുന്നത്. ഹംറ് മദ്യം അതാണ്, സിഗരറ്റ് അതാണ്, ലഹരി എല്ലാം അതാണ്. ചുണ്ടുകളിൽ സിഗരറ്റ് വലിക്കുന്ന മുഴുവൻ ആണുങ്ങളോടും പറയാണ്, നീ ലഹരിക്കാരനാണ്, നീ ക്യാൻസർ മേടിച്ചു വരുത്തുന്നവനാണ്, നീ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത കോട്ടം വരുത്തുന്നവനാണ്. അള്ളാഹനെ സിഗരറ്റ് വലിക്കുന്ന സമയത്തോളം നീ നിഷേധിക്കുകയാണ്. അള്ളാഹുവിന്റെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നീ ജീവിക്കുകയാണ്. എല്ലാവരും ബാധകമാണ്. അതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ വളരെ കൃത്യമായ ഭദ്രമായ ചട്ടക്കൂടിനുള്ളിലേക്ക് തന്നെ കൊണ്ടുവരണം. വീട്ടിലെ സംവിധാനങ്ങളെല്ലാം ഇസ്ലാമികവൽക്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വീട് സമാധാനത്തിന്റെ കേന്ദ്രമായി വേണം. വാപ്പാക്ക്, ഉമ്മാക്ക്, മകൻക്ക്, മകൾക്ക് വീട്ടിൽ വന്നാൽ സമാധാനം ഉണ്ടാവണം. സ്കൂളിലെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് സ്കൂളിലെ ടീച്ചർമാരിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും, വഴിയിൽ ബസ് സ്റ്റാൻഡിൽ നിന്നും, ബസ് കയറിയപ്പോൾ കണ്ടക്ടറിൽ നിന്നും ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ തീർക്കാൻ പറ്റുന്നത് വീട്ടിൽ വന്നവിടെ പറയുമ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും സമാധാനിപ്പിക്കാൻ കഴിയണം. വീട്ടിൽ അതില്ലാതെ പോയാൽ കുട്ടികൾ സമാധാനം കിട്ടുന്ന വ്യക്തികളെ കാണാൻ തുടങ്ങും, സമാധാനം കിട്ടുന്ന വസ്തുക്കൾ തിരയാൻ തുടങ്ങും, സമാധാനം കിട്ടുന്ന ഗെയിമുകൾ തിരയാൻ തുടങ്ങും, കാർഡുകൾ തിരയാൻ തുടങ്ങും, സമാധാനം കിട്ടുന്ന പലതരം പോംവഴികൾ അവൻ ഇരുന്നന്വേഷിക്കും. കാടിന്റെ മുക്കുമൂലകളിൽ, ബസ് സ്റ്റോപ്പുകളിൽ, ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ നമ്മുടെ ചെറിയ മക്കളെ കാണേണ്ടി വരും. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളെ സിഗരറ്റ് വലിച്ചതിന്റെ പേരിൽ ചോദ്യം ചെയ്യേണ്ടി വന്ന ഒരാളാണ് ഞാൻ. 5ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളെ സിഗരറ്റ് വലിക്കുന്ന കാരണം കൊണ്ട്. ഹാൻഡ്സ് ഉപയോഗിക്കുന്ന രക്ഷിതാക്കൾ ചുണ്ടിൽ തിരികെ വെക്കുന്നത് ക്യാൻസർ ബാഗാണ്. ക്യാൻസർ ബാഗ് ചുണ്ട് പൊട്ടിച്ച് തകർത്ത് പല്ല് തേക്കുമ്പോ അതിൻ്റെ ഉള്ളിൽ കൂടെ ബ്രഷ് പോകുന്നത് വരെ തേക്കും. ആ വെച്ചിങ്ങനെ വെച്ച് നടക്കും. എത്ര മയ്യത്തുകളെയാണ് കുളിപ്പിക്കാൻ സമയത്ത് കുളിപ്പിക്കുമ്പോ പല്ല് തേച്ചിങ്ങനെ വൃത്തിയാക്കുന്നതിന്റെ ഇടയിൽ കാണാം മദ്യത്തിന്റെ അംശങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്നു. ചുണ്ടിന്റെ ഇടയിൽ നിന്ന് ലഹരിന്റെ സാധനങ്ങൾ മയ്യത്ത് കുളിപ്പിക്കുമ്പോ പുറത്ത് കിടേണ്ടി വന്നിട്ടുണ്ട്.
അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിന്റെ ഇസ്ലാമീകരണത്തിന് വേണ്ടുന്ന എല്ലാ നിലക്കുമുള്ള ശ്രമങ്ങൾ നമുക്കുണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഞാനൊരു ആമുഖ ഒരു വിശദീകരണം നൽകാതെ ചില ഭാഗങ്ങൾ ഇങ്ങനെ ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. ഒത്തൊരുമയോടെ കുടുംബത്തിലെ മാതാപിതാക്കളെ സ്നേഹിക്കാത്ത പരിഗണിക്കാത്ത ഒരാളായി മാറരുത്. ഭാര്യന്റെ ഉമ്മയാണെങ്കിലും ഭാര്യന്റെ ഉപ്പയാണെങ്കിലും, ഭർത്താവിന്റെ ഉമ്മയാണെങ്കിലും ഭർത്താവിന്റെ ഉപ്പയാണെങ്കിലും ഉപ്പയെന്ന സ്ഥാനത്തേക്ക് നയിക്കാൻ നമുക്ക് സാധ്യമാകണം. ഉപ്പമാരെ ഉമ്മമാരെ പരിഗണിക്കാൻ കഴിയണം. അവരാണ് എന്റെ ജീവിതത്തിലെ സ്വർഗമെന്ന് ഭാര്യയും ഭർത്താവും തീരുമാനിക്കണം. എത്രയോ ഭർത്താക്കന്മാർ ഉമ്മാനെ ഉപ്പാനെ സ്നേഹിക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഭാര്യ പറയും, നിങ്ങൾ മാത്രമല്ലല്ലോ ആശുപത്രി കൊണ്ടുപോവാൻ, ഇക്കാക്കിയുണ്ടല്ലോ, നിങ്ങൾ രണ്ടാമത്തെ കാക്കിയുണ്ടല്ലോ, താത്താക്ക് അവിടുന്ന് പോയാൽ പോരെ, നിങ്ങൾ എന്നെ പോകണമെന്നുണ്ടോ? ഓരോരുത്തരും വാശി പിടിക്കണം. എന്റെ ഉമ്മ എന്റെ ഉപ്പ എന്റെ കയ്യിൽ കിട്ടണം, എന്റെ ഉമ്മയും ഉപ്പയെയും എനിക്ക് കിട്ടണമെന്ന വാശിയാണ് നമ്മൾ കാണിക്കേണ്ടത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല ഒത്തൊരുമയുള്ള സ്നേഹമുള്ള നല്ല കുടുംബങ്ങളായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ചക്കരക്കല്ല് സലഫി മസ്ജിദിന്റെ കീഴിൽ എല്ലാ ശനിയാഴ്ചയിൽ പുരുഷന്മാർക്ക് വേണ്ടി നടക്കുന്ന ക്ലാസ് ശ്രദ്ധിക്കുക. ഖുർആൻ പഠിക്കാനുള്ള നല്ലൊരു അവസരമാണ് നമ്മുടെ നാട്ടിൽ. 1 മണിക്കൂർ, ആഴ്ചയിലെ 256 മണിക്കൂറിൽ നിന്ന് 1 മണിക്കൂർ നമ്മളോട് ചോദിക്കാണ് ഖുർആൻ പഠിക്കാൻ കൊടുത്തൂടെ. സഹോദരിമാർക്ക് വേണ്ടി വ്യാഴാഴ്ചകൾ ഖുർആൻ ക്ലാസ് നടക്കുന്നു. നമ്മൾ എത്ര ഉമ്മമാരെ എത്ര സഹോദരിമാരെ ഈ ദീന് പഠിക്കാൻ വിടാറുണ്ട്. പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് മദ്രസ പഠനം നിർത്തിയ കുട്ടികൾക്ക് CRE എന്ന പേരിൽ ഞായറാഴ്ചകളിൽ 1 മണിക്കൂർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. 256 മണിക്കൂറിന്ന് ഉറങ്ങാനും കഴിക്കാനും കുടിക്കാനും നടക്കാനും ഒക്കെ സമയം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ എന്താ പടച്ചോർക്ക് വേണ്ടി കൊടുക്കാൻ നമുക്ക് മടി? അത് നമ്മുടെ പോരായ്മയായി നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം ഈ വരുന്ന ഞായറാഴ്ച നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ കോൺഫറൻസ്, ഫാമിലി കോൺഫറൻസ് വരാനിരിക്കുന്ന 4 മണി മുതൽ രാത്രി വരെ നടക്കുന്ന ഫാമിലി കോൺഫറൻസ് കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് കളക്ടറേറ്റ് മൈതാനിയിൽ നടക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അവിടെ ഉണ്ടാവണം. നമ്മൾ ഒറ്റക്കൊരാളായി അവിടെ വരരുത്. കുടുംബത്തിലെ ഭാര്യയും മക്കളും ഓരോ വൃദ്ധരായ ആളുകൾ മുതൽ കുട്ടികളെ വരെ അവിടെ കൊണ്ടുവരണം. ടി കെ അഷ്റഫ് സാഹിബുണ്ട്. ഈ ഇസ്ലാമിക രംഗത്ത് കൗൺസിലിംഗിൽ ഏറ്റവും വിദഗ്ധമായി സംസാരിക്കുന്ന ഹാരിസ് ബിൻ സലീം മൗലവിയുണ്ട്. CP സലീം സാഹിബുണ്ട്. യുവാക്കളുടെ കൂട്ടായ്മയുടെ നേതാവായ കെ താജുദ്ദീൻ സലാഹിയുണ്ട്. ബഹുമാന്യനായ നമ്മുടെ ഉസ്താദ് റഷീദ് കുട്ടമ്പൂർ സാഹിബുണ്ട്. കുടുംബത്തിന്റെ വിവിധങ്ങളായ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് നമുക്ക് ഏറ്റവും സിമ്പിളായ ടിപ്സ് നൽകുന്ന ഈ സംഗമത്തിലേക്ക് നമ്മൾ എത്തണം. ഇത് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗമാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് തീർക്കാൻ പറ്റാവുന്ന ഒരു ടിപ്സ് ലഭിക്കാതെ നിങ്ങൾക്ക് അവിടുന്ന് പോരാൻ കഴിയില്ല. ഏറ്റവും നല്ല വിജ്ഞാന സദസ്സായി നമ്മൾ അതിനെ കാണണം. ഹൃദയപൂർവ്വം കുടുംബം നമ്മളെല്ലാവരും അതിലേക്ക് എത്തണമെന്ന് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള നന്മകൾ നമ്മുടെ പ്രദേശങ്ങളിൽ നേരത്തെ സാജി സാഹിബ് സൂചിപ്പിച്ച പോലെ ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ വേണം. ഇടയ്ക്ക് നമ്മുടെ ക്ലാസ്സൊക്കെ ഇങ്ങനെ വേണം, ഇടയ്ക്ക് എന്റെ വീട്ടിൽ വേണം, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടണം, പഠിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ച് അടുത്തത് എന്റെ വീട്ടിലായിരിക്കും എന്നൊക്കെ തീരുമാനിച്ച് ഒരു നല്ല ആലോചനയോടെ ഇവിടുന്ന് പിരിയാൻ സാധിക്കണം. ഇതിനു വേണ്ടി ഈ ഒരു സംരംഭം ഒരുക്കി തന്ന ഈ കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും കൃത്യമായ അള്ളാഹുവിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയും പടച്ച റബ്ബിനോട് മഹത്തായ ബറക്കത്തിന് വേണ്ടി ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അള്ളാഹു നമ്മുടെ നന്മകൾ സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാമികമായ അറിവ് നമുക്ക് അധികരിപ്പിച്ച് നൽകുമാറാകട്ടെ. നമ്മുടെ ഈമാനോട് കൂടെയുള്ള മരണം അള്ളാഹു നൽകുമാറാകട്ടെ. കുടുംബത്തിലെ എല്ലാവർക്കും അള്ളാഹുവിന്റെ വലിയ സന്തോഷങ്ങളും സമാധാനവും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിലും ജോലിയിലും വരുമാനങ്ങളിലും എല്ലാം അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഇണകളിലൂടെ മക്കളിലൂടെ അള്ളാഹു കൺകുളിർമ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.